guys. ഹായ് ഗായ്സ്, ഇന്ന് 7 മണി ആയപ്പോഴേക്ക് ഞാൻ എണീറ്റു. 8 മണി ആയപ്പോഴേക്ക് റെഡിയായി. 9 മണിയൊക്കെ ആയപ്പോഴേക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. എവിടേക്കാ? കബ്ബൺ പാർക്ക്. ബാംഗ്ലൂർ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ അവിടെ പോകുന്ന കുറേ നാളായിട്ട് പ്ലാൻ ഇടുക. ഇവിടെ ഭംഗിയുള്ളൊരു സ്ഥലങ്ങളിലൊന്നാണ്. കുറേ മരങ്ങളൊക്കെ ആയിട്ട് സിറ്റിയുടെ ഒരു നടുക്കായിട്ട് ഒരു വലിയ പാർക്ക്, അതാണ് കബ്ബൺ പാർക്ക്. സോ ഇന്ന് അവിടേക്കാണ് ഞങ്ങളുടെ യാത്ര. Train will arrive in Kebun Park and doors will open on the right. എങ്ങോട്ടാ നോക്കുവോ? ഫിഗർ ഔട്ട് ചെയ്തോണ്ടിരിക്കുക ഞങ്ങള്. ഒരു ഐഡിയ ഒന്നുമില്ല. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഈ പാർക്ക് കറക്റ്റായിട്ട് എവിടെയാണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നടന്ന സ്ഥലത്തൂടെ തന്നെ ഒരു 3ാമത്തെ തവണയാണ് ഇപ്പോൾ തിരിച്ച് നടക്കുന്നത്. അത് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഗൂഗിൾ മാപ്പ് ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. എന്നാന്നറിയില്ല, എനിക്കങ്ങ് നടന്ന് മടുത്തു. Turn right. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫൈനലി കബ്ബൺ പാർക്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ കുറേ ആളുകൾ കുട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ട്, ചിലർ പട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ട്. ആ പട്ടിയെ നോക്ക്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേസ്, എന്തായാലും ഇവിടെ സൺഡേ ഉണ്ട്, നല്ല തിരക്കുണ്ട്. പക്ഷേ ഈ സിറ്റിയുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു പാർക്ക്, ഇത് കുറേ നടക്കാനുണ്ട്. ഞങ്ങൾ തന്നെ കുറേ നടന്ന് ഉള്ളിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു, ഇനിയും കുറേ ഉണ്ട്. അപ്പം ഈ സൺഡേയുടെ പ്ലാൻ ഈ പാർക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. ഇത്ര നല്ല ഭംഗിയുള്ള സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ശരിക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കിവിടെ കുറച്ചുകൂടി നേരത്തെ എത്തായിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങൾക്കിനിയും കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളൂ ബാംഗ്ലൂർ. പക്ഷേ ഇനി ഇവിടെ വരാൻ ശ്രമിക്കും. ഇപ്പം എന്തായാലും എനിക്ക് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. ഇവിടെ കുറേ പേര് സൈക്കിളൊക്കെ ചവിട്ടുന്നു. എന്ത് പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണെന്നറിയോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാനേ പറ്റില്ല. ശരിക്കും ഇവിടെ അടുത്തല്ല താമസിക്കുന്നതെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഡെയിലി ഇവിടെ വരും. By the way, if you'd really like to know, he went that way. Who did? The white rabbit. He did? He did what? Went that way. Who did? The white rabbit. What rabbit? But didn't you just say, oh dear. Can you stand on your head? ഹലോ ഗൈസ്, ഇങ്ങനെ കുറച്ച് മണിക്കൂറുകളോളം ഈ പാർക്കിൽ നടന്നിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു പോകാൻ പോവുക.
ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. ഇവിടുന്ന് തിരിച്ചു പോകാൻ എനിക്ക് തോന്നുന്നില്ല, സത്യമായിട്ടും പറയാൻ എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. പക്ഷേ വേറൊരു ദിവസം വീണ്ടും വരും. അന്ന് ഞങ്ങൾ വീണ്ടും ഇവിടെ കുറച്ചുകൂടി നേരം സ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ ഞാൻ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കും, എന്നിട്ട് തിരിച്ചു പോകും. അതാണ് ഇന്നത്തെ പ്ലാൻ. ഹായ് സരസ്വതി, എന്താണ് കഴിക്കുന്നത്? നല്ല വിശപ്പുണ്ട്, നല്ല വരുന്നില്ല. തോന്നുന്നു എനിക്ക് മുകളിൽ കറങ്ങാനുള്ളൊരു എനർജി ഒന്നും കിട്ടുന്നില്ല. ശരിക്കും ടയേർഡായി, നല്ല രീതിയിൽ ടയേർഡായി. എനിക്കാണ് നല്ല വിശപ്പുണ്ട്, ശരിക്കും നല്ല വിശപ്പുണ്ട്. ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട് ആക്ച്വലി. സോ ഓക്കെ, ടോപ്പ് ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മുകളിൽ ഒറ്റയ്ക്ക് വരുന്നത്. അല്ല ആക്ച്വലി ഇതിനു മുമ്പ് വന്നിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറേ നാൾക്ക് ശേഷം സാധാരണ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് എല്ലായിടത്തും നടക്കാറുള്ളത്. ഞാൻ എവിടേക്ക് ഇതിന് മുകളിൽ പോകണോ? ഓക്കെ, ഇതിൻ്റെയും ടോപ്പ് ഫ്ലോറിലാണിത്. ഹലോ ഗൈസ്, ഒരു ഐസ്ക്രീം ആണ് ഞാൻ മേടിച്ചത്. ഫസ്റ്റ് ഇവിടെ ഇരുന്ന് കഴിക്കാൻ സ്ഥലം എന്തോ ചെയ്യാൻ, ഇവിടെ അങ്ങനെ ഇരുന്ന് കഴിക്കാം. ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നല്ല രീതിയിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മാത്രം എൻ്റെ വിശപ്പ് മാറും. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ റെസ്റ്റോറൻറ്റ് അന്വേഷിച്ചിങ്ങനെ നടന്നു. എല്ലാ റെസ്റ്റോറൻറ്റ്സും ഫുള്ളാണ്. കാരണം ഞായറാഴ്ചയാണ്, ബാംഗ്ലൂരാണ്. എല്ലായിടത്തും ക്യൂവും വെയിറ്റിംഗ്, ടേബിളിനായിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ഞാൻ മൻഭവൻ റെസ്റ്റോറൻറ്റ് കണ്ടത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് തോന്നി. ഒന്നും ചിന്തിച്ചില്ല, ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് കയറി. ഗുജറാത്തി താലിയാണ് അവിടുത്തെ മെയിൻലി ഉള്ള ഭക്ഷണം. ഗുജറാത്തി ഉണ്ട്, രാജസ്ഥാനി ഉണ്ട്. ഞാനാണെങ്കിൽ ഇങ്ങനത്തെ ഈ ടൈപ്പ് ഫുഡ് അത്ര കഴിച്ചിട്ടില്ല. എന്തായാലും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഞാൻ കയറിയത്, ഒറ്റ മൈൻഡ്. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു, അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഫുഡ് വന്നു. കഴിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ പ്ലേറ്റിൽ അവരെല്ലാം ഇങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് കൊണ്ടുവയ്ക്കുക. ഇതൊക്കെ എന്താ ഞാൻ കഴിക്കുന്നതെന്ന് ഒന്നിൻ്റെയും പേരെനിക്കറിയില്ല. നല്ല ക്ലൂലെസ് ആയിട്ട് വിശപ്പോടാണ് ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചത്. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിൻ്റെ പോലും പേരറിയാതെ നല്ല വിശപ്പോടങ്ങനെ ഇരുന്ന് കഴിച്ചു. ആ കഴിക്കുന്നതിൻ്റെ തത്സമയ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഒരു ആനയെ തിന്നാൻ വിശപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും ആനയെ തിന്ന പോലെ, കാരണം അത്രയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചു. ഞാനിപ്പോൾ മുകളിൽ എൻട്രൻസിൻ്റെ അവിടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ഓട്ടോ ബുക്ക് ചെയ്ത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തോട് തിരിച്ചു പോകണം.